അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചട്ടി കിട്ടിയ സന്തോഷത്തിൽ മൈഗ്രീൻ്റെ തലവേദനക്കും മുടി കൊഴിച്ചിലിനും താരനൊക്കെ എല്ലാം അടിപൊളി എണ്ണ ഉണ്ടാക്കണതാണ് കേട്ടോ. ആ ലൈക്കും തൊട്ട് കണ്ടാണ് തുടങ്ങിക്കോളിട്ടോ കണ്ട്. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലെങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ നമ്മളിവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ട് ഇരിക്കണു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ചെറിയ പരിപാടികളൊന്നുമല്ല, ചില്ലറ പരിപാടികളൊന്നുമല്ല, നേരം വെളുക്കോളം ഇരുന്നിട്ടില്ല പരിപാടികൾ തന്നെയാണ് കേട്ടോ. ചട്ടി കിട്ടി വലിയ സന്തോഷമായി എന്നല്ലാതെ അടുപ്പത്തിച്ച് കാണിഞ്ഞിപ്പോൾ ഉണ്ടാക്കണ ഒരു വീഡിയോസും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ആളുകൾ ഒരുപാട് നമ്മളെ പഴയ വീഡിയോസിലൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ, ആ എണ്ണ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരുമോയെന്ന്. അപ്പോൾ അതിൽ രഹസ്യക്കൂട്ടുകളൊന്നും നമ്മൾ കാണിച്ചു തരുന്നില്ല. അതൊക്കെ നമ്മൾ കറ്റാർവായൻ്റെ ജെല്ലിലാണ് അരച്ചെടുത്തുക്കണം കേട്ടോ. 14 തരം ഇലകളും 4 തരം വേരുകളും പിന്നെ അതിൻ്റെ പുഷ്പങ്ങളും പിന്നെ കായ്കൾ പിന്നെ 3-4 തരം ഒരു വൈദ്യർ പറഞ്ഞെന്ന മരുന്ന് മൈഗ്രീൻ്റെ അതും കൂടിയും കൂട്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാതും നിങ്ങൾ ചോദിച്ചാലും നമ്മൾ എല്ലാം കൂടിയും പറഞ്ഞു തന്നാൽ നമ്മളെ സീക്രട്ട് പൊളിയില്ല. ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട് കേട്ടോ, മാറ്റണ്ടായിട്ട് തന്നെയല്ലേ ചോദിക്കണത്, എന്താ താത്ത ഞാൻ എൻ്റെ അടുപ്പത്ത് ഉണ്ടായിക്കോളാം നിങ്ങൾ പറഞ്ഞു തരുമോന്ന്. പൊന്നാര മളെ എൻ്റെ കച്ചവടം ഇല്ലാതാക്കല്ലേ എന്നാണ് ഞാൻ പറയൽ കേട്ടോ. അപ്പം ഞാൻ ആ മൂലൊക്കെ കിടക്കണ ആ ഉരുളിച്ചെമ്പട്ടിയില്ലേ ചെറിയ, അതിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഒരു ദിവസം ആകെ തിളച്ച് മറിഞ്ഞ് ആകെ ചെന്തി എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ അതൊക്കെ പാടെ ചിന്തി. അപ്പം അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചാലും ആ ചട്ടിക്ക് ഭയങ്കര, ഏത് ചട്ടി വെച്ചാലും ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് തിളച്ചാൽ പിന്നെ അതൊന്നായിട്ട് ചിന്തൂലേ, നമ്മളത് അവിടുന്ന് മാറ്റി വെച്ചാലും തിരിച്ച് കെടുത്താലും അങ്ങനെ തന്നെയാണ്. ഇരുമ്പും ചട്ടി, അങ്ങനെയാണ് ഞാനൊരു ഇരുമ്പും ചട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറേ കാലമായിട്ടില്ല, എൻ്റെ ഒരു പൂതിയാണ് ഇരുമ്പും ചട്ടി. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എത്ര താത്ത ചട്ടിക്ക്, എത്ര താത്ത വെളിച്ചെണ്ണക്കും ഒക്കെ ചോദിച്ചിരുന്നു. എല്ലാവരോടൊന്നും മറുപടി പറച്ച് കജ്ജണില്ല. അപ്പോൾ ഒറ്റ വകുപ്പിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിക്ക് 1800 റുപ്യോളായിട്ടോ മക്കളെ. പിന്നെ എണ്ണ 5 ലിറ്ററിന് 1400 നമ്മൾ മില്ലത്തെ എണ്ണയാണ് ഉപയോഗിക്കൽ കേട്ടോ, അല്ലാത്ത നമ്മൾ പാക്കറ്റൊന്നും ഉപയോഗിക്കല്ല. അതൊക്കെ കെമിക്കലില്ലേ അല്ലേ, നമ്മൾ കെമിക്കലില്ല എന്ന് പറഞ്ഞിക്കണേ അത് ആ കെമിക്കലില്ലാത്ത തന്നെ കൊടുക്കണം അല്ലേ. കുഞ്ഞു കുട്ടികളെ തലയിലൊക്കെ തേക്കലുണ്ട് ഓരോരുത്തർ, ഞാൻ എൻ്റെ കുട്ടികളെ തലയിൽ തന്നെ തേക്കലുണ്ട്. അപ്പോൾ തല മറന്ന എണ്ണ തേക്കണ്ട പറഞ്ഞ പോലെ തല മറന്നുകാണ്ട് ഇനി കുട്ടികളെ തലയിൽ തേച്ചാൽ അതും ഇടങ്ങാറല്ലേ. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ കണ്ടാണ് നമ്മളത് ചെയ്യൽ കേട്ടോ. എണ്ണ മില്ലിൽ നിന്ന് തന്നെ കൊണ്ടുവരിക, പാക്കറ്റിലൊക്കെ നമ്മൾ രാസവസ്തുക്കളൊക്കെ പെടുത്തും, അതുപോലെ എണ്ണ കേടരാക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഇത് നന്നായിട്ട് ഇങ്ങോട്ട് കുറുക്കി ഉണ്ടാക്കുക. ഒരു 10 മണിക്കൊക്കെ രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 12 മണി വരെയൊക്കെ ഞാനിതിങ്ങനെ ഇതാക്കി കാണ്ട് നന്നായിട്ട് ഇളക്കി നിൽക്കണം കേട്ടോ. അടിയൊന്നും പിടിച്ചാൻ പാടില്ല, അടിയൊക്കെ കത്തിക്കഴിഞ്ഞ് മണന്നാൽ പിന്നെ ആകെ ഒന്നിനും പറ്റാതാവും. അപ്പോൾ അതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്നെങ്കിൽ തീയിൽ അങ്ങനെ ആക്കണം, അല്ല നല്ല തീയിലാണെങ്കിൽ നമ്മൾ നിൽക്കാതെ അതിൻ്റെ അടുത്തുനിന്ന് പോകാൻ തന്നെ പാടില്ല. കളറ് മാറാൻ പാടില്ല, അതിൻ്റെ സ്മെല്ല് മാറാൻ പാടില്ല. അതൊക്കെ മാറിയാൽ ആ ഇലൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കുറയട്ടോ. അപ്പോൾ നമ്മളെ ഋതുവിനെയാണ് ആ ചീത്ത അറിയണം കേട്ടോ. ഓരോ പിത്തനകൾ പറഞ്ഞുകൊണ്ട് ഓൻ കിടക്കൂല. ബേബികളൊക്കെ കുറച്ചൊക്കെ കടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓലോട് ഇങ്ങനെ പറയുകയാണ് ഞാൻ. അപ്പോൾ ഇതാക്കണ എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. വർഗ്ഗമൊന്നും കിട്ടിയില്ല, അപ്പുറത്തെ തൊടു പോയിക്കാണ്ട് 4 വള്ളി വർഗ്ഗമൊക്കെ കൊടുത്തുകൊണ്ടാണ് കത്തിച്ചുണ്ടാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഇരുമ്പും ചട്ടി ഞാൻ ഗ്യാസുമ്മൽ വെച്ചാലേ ആകെ 1 മാസം പോണ ഗ്യാസ് 10 ദിവസം കൂടി തയ്ച്ച് പോവില്ല. അപ്പോൾ ഇരുമ്പും ചട്ടിക്ക് നല്ല കനാണല്ലോ, ഭയങ്കര ചൂടും വേണം. അപ്പോൾ അടുപ്പത്ത് വെച്ചാൽ നല്ല ബൗസുമാണ്. 5 ലിറ്റർ മുഴുവനോട് ഒഴിച്ചിട്ടില്ല, അതിൻ്റെ മൂട്ടിൽ ഞാനൊരു തുള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ലാസ്റ്റ് നമ്മൾ എടുത്ത് മാറ്റി വെക്കുമല്ലോ, അപ്പോൾ എണ്ണക്ക് ഭയങ്കര ചൂടായിരിക്കും ഉണ്ണിയാളെ. നമ്മൾ ആ പാകത്തിന് മാറ്റി വെച്ചാൽ പിന്നെ ബാക്കിയുള്ളത് ആ ചൂടും അതിൽ നിന്നിക്കാണ്ടാണ് ആവുക. അപ്പോൾ ആ ഓവറായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ആ പച്ച വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കത്തിക്കരിഞ്ഞ ഷാറൂഖ് ഖാൻ പറഞ്ഞ പോലെ എത്തിനും പറ്റാതാവും. അപ്പോൾ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, അതങ്ങനെ നിൽക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അടിയിൽ ഇരുമ്പായാലും അടിയിൽ പിടിച്ചൂല എന്ന് പറയുങ്ങൾ, അത് പിടിച്ചു കിട്ടോ മക്കളെ. നമ്മൾ അതിന് അജാതി മരുന്നുകളൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അജാതി മരുന്ന് പറഞ്ഞാൽ നമ്മളെ നാടൻ മരുന്നുകളാട്ടോ. പാടത്തും അതുപോലെ തോടിൻ്റെ വക്കത്തും പറമ്പിലും മലയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മരുന്നുകളാണ് കേട്ടോ ആ അരച്ച് കൂട്ടിയിരുന്നത്. എന്തിലാണ് അരച്ചതെന്നായിരിക്കൂലേ, കറ്റാർവായയിലാണ്. പിന്നെ കുറുന്തോട്ടി അതുപോലെ മെയിലാഞ്ചി
പിന്നെ നമ്മളെ തണുപ്പിന് നെല്ലിക്ക ഈ ഐറ്റംസുകളൊന്നും പെർഫ്യൂം ഇതൊന്നും ഞാൻ ഇതിൽ ഉപയോഗിക്കലില്ല കേട്ടോ. ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഒന്നാമത് മൈഗ്രീൻ്റെ തലവേദനക്ക് ഉന്നം വെച്ച് ഉണ്ടാക്കണതാണ്. അപ്പം നമ്മൾ അതൊക്കെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പൊന്നും നമ്മളെ തലക്ക് പറ്റൂല, നീരിറങ്ങാൻ നമുക്ക് പറ്റൂല. നീരിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാത്ത തലവേദനയായിരിക്കും. അതുകൊണ്ട് അതൊന്നും അതിൽ ഉപയോഗിക്കൂല കേട്ടോ. പിന്നെ നമ്മളെ വയസ്സായ ഉമ്മമാരൊക്കെ ഉണ്ട് ഉറക്കം കമ്മിയാണ് അറിയണത്, ഓൽക്കൊക്കെ നല്ലൊരു എണ്ണ തന്നെയാണ് കേട്ടോ. നല്ല ഉറക്കും കിട്ടും നേരം വെളുക്കോളം. ഒന്നാമത് നമ്മളെ തലവേദനൻ്റെ കാരണം തന്നെ നേർക്ക് ഉറക്കില്ലായ്മയും ഫോണുമ്മ കുത്തലും ഒക്കെയാണ്. അപ്പോൾ ഇതാക്കണ കൈജൊക്കെ അവിടെ ആകെ ചോന്ത് തുടുത്തു കേട്ടോ. ഒന്നാമത് ഞാൻ ആ ചട്ടി വാങ്ങിയപ്പോൾ കോരി വാങ്ങാൻ മറന്നു മക്കളെ, ഒരു കോരിയും കൂടി വാങ്ങിയാൽ മതി, എന്നെ നോക്കിയില്ല. ഇൻഷാ അല്ലാ. അപ്പോൾ കുറച്ച് പൈസ കജ്ജിലാണ്ട് തടഞ്ഞപ്പോഴേ മണ്ടി പോയിക്കാണ്ട് കാക്കുവിനോട് സന്തോഷം പറഞ്ഞ് ഞാൻ ഒരു ചട്ടി വാങ്ങണച്ച്. അതുപോലെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങണമല്ലോ. മറ്റേ ചിരിച്ച പൈസ ഞാൻ ഒരു കൂട്ടിക്കാണ്ട് ഉണ്ടാക്കുമ്പോൾ അതായി കിട്ടൂല. അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടാക്കാനുള്ള ഭാഗ്യം എനിക്ക് റബ്ബ് തരട്ടെ. നല്ലൊരു കമ്പനി സാധനം ആവട്ടെ നമ്മളതില്ലേ. അപ്പോൾ അതാക്കണ് എണ്ണ ഒരു വിധമൊക്കെ ആയി വരുന്നുണ്ട്. അവിടെ നോക്കിയാൽ പച്ചപ്പ് വരുന്നുണ്ട് കേട്ടോ. അത് നോക്കി നിൽക്കണം. പ്രസവിച്ച് കിടക്കണ കുട്ടികളെ നോക്കിക്കണ പോലെ നമ്മൾ നോക്കിക്കണം. ഒന്ന് കണ്ണ് തെറ്റിയാൽ പോയി, അത്രയും വെളിച്ചെണ്ണ പോയില്ലേ മക്കളെ. കണ്ടോ എണ്ണ സൂപ്പറായി കളറ് വന്നില്ലേ. ഇനി നമുക്കിത് മെല്ലെ മാറ്റി വെക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇരുമ്പും ചട്ടി ഉണ്ടല്ലോ, ആ ഇരുമ്പും ചട്ടി കിടന്ന് കാണാൻ തന്നെ ഏകദേശം എണ്ണ ഒന്നും കൂടി ആ മരുന്ന് അങ്ങോട്ട് അതിൽ ലയിക്കും കേട്ടോ. മറ്റത് ഇനി തിരിച്ച് പിടിപ്പിച്ച് കണ്ട് ഒന്നും കൂടി മാറാൻ നിന്നാലേ, കളറ് മാറാൻ നിന്നാൽ കറുക്കും എണ്ണ. അപ്പോൾ അതാണ് മാറ്റി വെക്കട്ടെ ഞാൻ കേട്ടോ. ഇനി ഇതിൽ വൈറ്റമിൻ ഇ ഞാൻ ഉപയോഗിക്കലുണ്ട് കേട്ടോ. വൈറ്റമിൻ ചൂടാറിയ ശേഷം രാവിലെയാണ് ഞാൻ അതിൽ ഉപയോഗിക്കുക കേട്ടോ. നന്നായിട്ട് രാത്രിയല്ലേ ഇത് ഉണ്ടാക്കി വെക്കുക, നന്നായിട്ട് ചൂടാറണം കേട്ടോ. മൂടി വെച്ച് ഒന്നായിട്ട് മൂടി വെച്ച് കണ്ട് ആവി ഇറങ്ങിയാണ്ട് അതിക്ക് വെള്ളം ചാടുന്ന രീതിയിലാക്കരുത്. എന്നിട്ട് അങ്ങനെ മൂടി വെച്ചിട്ട് രാവിലെ എണീറ്റിട്ട് ഞാൻ അരിച്ചെടുക്കും. അതിനായിട്ട് അരിപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ അരിച്ചെടുത്ത് വൃത്തിയുള്ളൊരു പാത്രത്തേക്ക് ആക്കി വെച്ചിട്ട് അതിക്ക് വൈറ്റമിൻ ഇ ഉപയോഗിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുപ്പിയിൽ പാക്ക് ചെയ്യുക. ഒരു 10-11 മണിയാകുമ്പോൾ കുപ്പിയിലാക്കും കേട്ടോ. കുപ്പിയിലാക്കി വൃത്തിയാക്കി വെക്കും. നമ്മൾ കൈയൊന്നും തൊടരുത്. കൈയൊക്കെ തൊട്ടി കഴിഞ്ഞാൽ കാറിപ്പോകും. അപ്പോൾ കൈയൊന്നും തൊടലില്ല. കണ്ടോ നല്ല പച്ച നിറല്ല, നല്ല ഭംഗിയില്ല കാണാൻ. ഞാൻ സത്യത്തിൽ കരുതിയിരുന്നു കേട്ടോ മക്കളെ, ഇതിൽ കൊള്ളൂല കരുതിയിരുന്നു. 5 ലിറ്റർ കേട്ടോ. കണ്ടോ ഒന്നും കൂടിയും കാണിച്ചു തരാം കേട്ടോ. നല്ല കളറ് വന്നില്ലേ. ഇനി ഒന്നും കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നാൽ ഒന്നും കൂടി കളറ് മാറും കേട്ടോ. അപ്പം അതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ട് നേരെ 12:30 കഴിഞ്ഞ് പോയി കടന്നുറങ്ങി. രാവിലെ നീച്ച് വൈറ്റമിൻ ഇ ഒക്കെ അതിക്ക് പാർന്ന് നന്നായിട്ട് ഇളക്കിക്കാണ്ട് ഞാൻ എന്താട്ടി കുപ്പിക്ക് നന്നായിട്ട് 3-4 വട്ടം അരിച്ചെടുക്കണം കേട്ടോ. നമ്മളടുത്ത് മെഷീനും പമ്പൊന്നും ഇല്ലല്ലോ, നമ്മളെ കൈ കൊണ്ട് തുടങ്ങുന്ന സംരംഭമല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതിനായിട്ടുള്ളൊരു ജഗ്ഗാണ്. 200 കുപ്പിയിലാണ് ഫുള്ള് നിറക്കണം കേട്ടോ. 200 കുപ്പിയാണ് ഫുള്ള് ഓർഡർ. 500 കുപ്പി 2 എണ്ണം ഓർഡർ ഉള്ളൂ കേട്ടോ. നമ്മളടുത്ത് നിന്ന് വാങ്ങിയിരുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇപ്പോൾ ഒരാഴ്ചൻ്റെ മുന്നേ ഫുള്ള് പോയിരുന്നു. അപ്പോൾ അതാക്കണ് ഈ കുപ്പിയിലൊക്കെ നിറച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളടുത്തുള്ള അളവ് പാത്രമൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതൊരു സുമാർ എന്ന് പറയുന്നത് 250 കുപ്പിയാണ്. അപ്പോൾ അത്രയാണെന്ന് ഞാൻ അളന്ന് നോക്കിയിരുന്നു ഒരു കുപ്പിയിൽ കേട്ടോ. 500വും ഞാൻ അളന്ന് നോക്കിയിരുന്നു. അപ്പോൾ ആ ഒരു സുമാറിൽ അങ്ങനെ അളന്ന് വൃത്തിയാക്കി വെക്കണം കേട്ടോ. പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സംരംഭമായിട്ട് വലിയതായിട്ട് തുടങ്ങണം. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. സപ്പോർട്ട് ചെയ്ത് ദുആ ചെയ്യുകൊണ്ട് കേട്ടോ. ഒരുപാട് ലൈക്കിൻ്റെ കമ്മിയുണ്ട്. അപ്പോൾ ലൈക്ക് നന്നായിട്ട് വെച്ചാലാണ് ഇത് പുതിയ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുമ്പോൾ തൊട്ടുകാണ്ട് റിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നമ്മൾ ഇതിന്മേലൊരു സംരംഭമൊക്കെ ആയി തുടങ്ങി വലിയ സംരംഭമൊക്കെ ആവുമ്പോഴേ റിഷ ഇങ്ങനെ ഇരുന്ന് കാണ്ട് കുപ്പിയിലാക്കി ഇനി പണ്ട് എന്ന് ഓർമ്മ വരും നിങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ചുള്ളും നുറുക്കുകളൊക്കെ വിദ്യകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പുറത്തെടുത്തോളി. പെരയിൽ ഇങ്ങനെ കുത്തർന്നുകാണ്ട് ചടക്കണ്ട കേട്ടോ. അപ്പോൾ ലേസീച്ച് അങ്ങനെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നോക്കിയാൽ അൽഹംദുലില്ലാ നമ്മളെ 10 ഉറുപ്പ്യ നമ്മളെ പോക്കറ്റ് മണി ഇറങ്ങാണ്ട് 10 ഉറുപ്പ്യ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ എണ്ണ വേണ്ടിയാലൊക്കെ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി കേട്ടോ. കുറേ ഒന്നും ഉടുപ്പിക്കലില്ല, 200 കുപ്പി ഉടുപ്പിക്കലുള്ളൂ. ഞാൻ എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി, മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിച്ചോളി എന്ന് പറയല കേട്ടോ. നമ്മളെ സ്ലിപ്പാണ്, നമ്മളെ ഇച്ചൂസിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. നമ്മൾ കുറേ എണ്ണം എടുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇഞ്ച കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളെ തലയും കൂടി നോക്കണ്ടേ. ഉപയോഗിച്ചിട്ടിട്ട് നല്ലൊരു മാറ്റം കാണണ്ടേ കൂടുതൽ എടുക്കാമെന്ന് പറയല. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.